റീചാർജ് ചെയ്ത് ഡെയിലി വന്നില്ലെങ്കിൽ നമുക്ക് അത്രയും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വി ഹാവ് ലോട്ട്സ് ഓഫ് അവന്യൂസ്. എനിക്ക് എപ്പോഴും തോന്നിയേക്കുന്നത് ദ ക്വാണ്ടം ഓഫ് ടൈമിനെ കാട്ടിയും ക്വാളിറ്റി ഓഫ് ടൈം എന്നാണ് എപ്പോഴും എനിക്ക് തോന്നിയേക്കുന്നത്. സോ ഇൻഫാക്റ്റ് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് സമയം താങ്ക്ഫുള്ളി കിട്ടാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കഴിഞ്ഞ 2 വർഷം സമയം കിട്ടാറുണ്ട്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് സാറേ. പക്ഷെ ഇത് ഞാൻ ഈ ഇന്റർവ്യൂ ഇങ്ങനെ ഒരു വരെയാവും ഞാൻ വിചാരിച്ചില്ല. ഇതാണ് എന്റെ ഉദ്ദേശം. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. കുറെ കാര്യങ്ങൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ദിവസം വെച്ച് നോക്കാതെ ഇപ്പൊ ഒരു മാസം വെച്ച് നോക്കുകയാണെങ്കിൽ ഹൗ ഡു യു മേക്ക് യുവർ ലൈഫ് ഹോൾ എന്നൊരു കോൺസെപ്റ്റ് തന്നെ ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് വാട്ട് ആർ യു ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റീസ് എന്ന് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ടൈം കണ്ടെത്താൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സമ്മതിച്ചു, ഈ പറഞ്ഞൊക്കെ സമ്മതിച്ചു. ഇതൊക്കെ എല്ലാരും പറയണം. ഞാൻ ലൈക്ക് ഫോർ എക്സാമ്പിൾ പക്ഷെ എങ്ങനെയാണ് സാർ ഞാൻ പടം കാണുന്നില്ല എന്ന് പറയാം. ഞാനിപ്പോ കാന്താരയും കണ്ടു. അത് പക്ഷേ എന്താ പറയാ, ഇന്ന സമയം ഫസ്റ്റ് ഷോ കാണണം അങ്ങനെയൊന്നുമില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാന്താര അല്ല, വേറെ ഏതെങ്കിലും പടമാണെങ്കിൽ പോലും ഞാൻ ട്രിവാൻഡ്രത്ത് പോകാൻ നേരത്ത് വണ്ടിയിലിരിക്കുകയാണെങ്കിൽ ഫയൽ കഴിഞ്ഞെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഐ വിൽ വാച്ച് എ മൂവി.